ഇന്നലെ വിവിധയിടങ്ങളിൽ 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. വൈദ്യുതി ഉപഭോഗത്തിലുണ്ടായ വർധനയും വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. മഴ ലഭിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിയന്ത്രണം തുടരേണ്ടി വരുമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ നിലപാട്. സാന്ത്വന സജു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാന്ത്വന സജു, വെരി ഗുഡ് മോർണിംഗ്. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന് പറയേണ്ട സമയമായിരിക്കുന്നു എന്ന് തോന്നുന്നു, അല്ലേ? അങ്ങനെ വീണ്ടും നമ്മൾ പവർ കട്ടിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയാണ്. അങ്ങനെ രാത്രിയിൽ 15 മിനിറ്റും 30 മിനിറ്റും കറണ്ടൊക്കെ പോയി എല്ലാ പരിപാടിയും കഴിഞ്ഞ് നാട്ടുകാരൊക്കെ ഇനിയിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന കാലം വരും, അല്ലേ? അങ്ങനെയും ഒരു കാലം വീണ്ടും വരുന്നു. അതേ അരുൺ, അങ്ങനെ തന്നെയാണ്. രാത്രിയിൽ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കാറ്റൊക്കെ കൊണ്ട് സംസാരിച്ച് ഇരിക്കാൻ പറ്റുന്ന ഒരു അവസരമൊക്കെ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ പറയുന്ന ഫോണിലെ ചാർജൊക്കെ തീർന്നല്ലേ, കറണ്ട് കട്ടൊക്കെ വരുമ്പോഴാണ് ഒന്ന് എല്ലാവരും ഒന്നിച്ചിരുന്നൊന്ന് സംസാരിക്കുന്നതെന്ന്. കുറേ നാൾ അങ്ങനത്തെ ശീലമൊന്നും ഇല്ലായിരുന്നു. എന്തായാലും വീണ്ടും അങ്ങനത്തെ ശീലമൊക്കെ തുടങ്ങാൻ സമയമായി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. സംസ്ഥാനത്ത് എന്തായാലും വൈദ്യുതി പ്രതിസന്ധി ഒരു ഇടവേളയ്ക്ക് ശേഷം അതിരൂക്ഷമായിരിക്കുകയാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്നലെ വിവിധ ഇടങ്ങളിൽ കറണ്ട് കട്ട്, പവർ കട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിലും ഈ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ എന്തായാലും പവർ കട്ട് തുടരേണ്ടി വരും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് പലയിടങ്ങളിൽ നിന്നും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികൃതർ നൽകുന്ന ഒരു വിവരം അത് തന്നെയാണ്. ഈ ഉപഭോഗം കൂടുകയും അതുപോലെ തന്നെ ഇതിന്റെ ലഭ്യത കുറയുകയും ചെയ്തതാണ് അരുൺ വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. അത് മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ മാസവും ഈ മാസവും ഒക്കെ നമ്മളൊരു മഴക്കാലത്തിലൂടെ കടന്നു പോകേണ്ടതായിരുന്നു. പക്ഷേ വളരെ കുറച്ച് ദിവസം മാത്രമാണ് നമുക്ക് മഴ കിട്ടിയത്. ഇടുക്കി ഡാം അടക്കമുള്ള ഡാമുകളിൽ 30% താഴെ മാത്രമാണ് വെള്ളമുള്ളത് എന്നുള്ളതും വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. വരും ദിവസങ്ങളിൽ മഴ കൂടിയില്ല, ഈ ജലനിരപ്പ് ഉയർന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധി തന്നെ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ തുടരാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഇതിനെ മറികടക്കാനുള്ള പല ശ്രമങ്ങളും റെഗുലേറ്ററി കമ്മീഷനും അതുപോലെ തന്നെ KECBയും ഒക്കെ നടത്തി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സോളാർ എനർജി അടക്കം ചെറിയ നിരക്കിൽ വാങ്ങിക്കൊണ്ട് ഈ പ്രതിസന്ധിയെ നേരിടാനുള്ള ഒരു ശ്രമമൊക്കെയാണ് പ്രധാനമായും നടന്നു വരുന്നത്. ഈ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ തന്നെയും സോളാർ എനർജി ചെറിയ നിരക്കിൽ വാങ്ങിക്കൊണ്ട് ഏതാണ്ട് 200 മെഗാവാട്ട് ഒരു 25 വർഷത്തേക്ക്, അതൊരു ദൂരവ്യാപകമായി കുറെ അധികം നാളത്തേക്ക് വാങ്ങിക്കൊണ്ട് ഈ പ്രതിസന്ധിയെ നേരിടാനുള്ള ഒരു ശ്രമമൊക്കെ തന്നെയും നടത്തുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം ശരിയാകും അല്ലെങ്കിൽ എത്രത്തോളം അത് പ്രാബല്യത്തിൽ വരും എന്നുള്ള കാര്യമാണ് അരുൺ ഇനി കണ്ടറിയേണ്ടത്. അത് മാത്രമല്ല, ഈ സോളാർ എനർജി മാത്രം വാങ്ങിക്കൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ തന്നെയും വരുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ 2-3 മാസം, ഒരു 2-3 മാസം കഴിയുമ്പോൾ ചൂട് കുറച്ചുകൂടി കൂടും. എൽനിനോയാണ്, മഴ ഉണ്ടാവില്ല. ഒരു വേനൽക്കാലത്തിന് സമാനമായ ചൂടിലേക്ക് നമ്മൾ പോകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ AC ഫാനും ഒക്കെ എല്ലാവരും കൂടുതലായി ഉപയോഗിക്കും. അപ്പോൾ ഈ ലഭ്യത ഇതിനേക്കാൾ കുറയാനുള്ള ഒരു സാധ്യതയാണുള്ളത്. പീക്ക് ടൈം യൂസേജ് വളരെ വലിയ രീതിയിൽ കൂടും. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് KECBയും കൂടുതൽ വൈദ്യുതി വാങ്ങാനുള്ള ശ്രമം തന്നെയാണ് അരുൺ എന്തായാലും നടത്തി വരുന്നത്. ഓക്കെ, താങ്ക് യു സാന്ത്വന സാജു. 2 ദിവസം മഴ പെയ്തില്ലെങ്കിൽ 3-ാം ദിവസം പവർ കട്ട്. എന്ത് വിസ്മയം! ഇത് ജെൻസി പിള്ളേർക്ക് പുതിയ അനുഭവമായിരിക്കും എന്ന് പറയുന്നു. അവർക്ക് ചേഞ്ച് വേണമത്രേ, ചേഞ്ച്.